പുതിയതായിട്ട് റഷ്യയിലോട്ട് വരുന്ന ആൾക്കാരോടാണ് എനിക്ക് പറയാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും മല്ലു റഷ്യ എന്ന പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹായ് എവരിവൺ, എൻ്റെ പേര് ഇജാസ്. അപ്പോൾ ഇന്ന് സംസാരിക്കുന്നത് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റുകൾക്കും അതുപോലെ തന്നെ റഷ്യൻ വർക്ക് വിസയിൽ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണ്. അതായത് ഇപ്പോൾ റഷ്യയിലെ പുതിയൊരു റൂൾ അനുസരിച്ച് നമുക്കൊരു സിം കാർഡ് എടുക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി ഇപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അവർക്കൊരു സിം കാർഡ് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ പറയുന്നത്. അതുകൂടാതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ബാങ്ക് അക്കൗണ്ട് എങ്ങനെ ഓപ്പൺ ആക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇതിനിപ്പം പുതിയതായിട്ട് റഷ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം പുതിയ റൂൾ അനുസരിച്ചിട്ട് നമുക്ക് സിം കാർഡ് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്നീൽസ്, രജിസ്ട്രേഷൻ, ബയോമെട്രിക്സ് ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. എന്താണ് ഈ സ്നീൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പെൻഷൻ സർട്ടിഫിക്കറ്റ് പോലെ ഗോസ്ലൂഗിൽ നമ്മൾ ഗോസ്ലൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട്. അത് നമ്മൾ ഡൗൺലോഡ് ചെയ്യണം. അത് ഡൗൺലോഡ് ചെയ്യുന്നതിന് മുമ്പിലായിട്ട് നമ്മളൊരു രജിസ്ട്രേഷൻ ചെയ്യണം. കാരണം നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ 7 ദിവസത്തിനുള്ളിൽ നമ്മൾ രജിസ്ട്രേഷൻ ചെയ്യണമെന്നുണ്ട്. അപ്പം നമ്മളിവിടെ വന്നിട്ട് രജിസ്ട്രേഷൻ ചെയ്യണം. റഷ്യൻ ലോ അനുസരിച്ച് നമുക്ക് 7 ദിവസം കൊണ്ട് ഇവിടെ രജിസ്ട്രേഷൻ ചെയ്യാണ്ട്. രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം നമുക്കൊരു സ്നീൽസ് കിട്ടും. ഈ സ്നീൽസുമായിട്ട് നമ്മൾ നേരെ ഗോസ്ലൂഗ് എന്ന് പറഞ്ഞിട്ടുള്ള മൊയ് ഡോക്യുമെൻറ്റിലേക്ക് പോകാം. മൊയ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു എന്താ പറയുക, ചെറിയൊരു ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു ഓഫീസാണ്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ ഈ രജിസ്ട്രേഷനും സ്നീൽസും എടുക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ഗോസ്ലൂ എന്ന് പറഞ്ഞൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇത് റഷ്യൻ്റെ ഒരു ആപ്പാണ്. അത് ഗോസ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടാക്സ് പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റഷ്യൻ ഗവൺമെൻറ് ഒരു നമ്മൾ വർക്ക് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സ് പേയ്മെൻറ്റിൻ്റെ ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഗോസ്ലൂഗ് നമ്മൾ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗോസ്ലൂഗ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ ഇതുമായിട്ട് ഈ രജിസ്ട്രേഷൻ, പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ, നമ്മൾ പാസ്പോർട്ട് മൊത്തം ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പാസ്പോർട്ട് ട്രാൻസ്ലേഷൻ, അതുകൊണ്ട് നിങ്ങളുടെ സ്നീൽസ് ഇതൊക്കെ ആയിട്ട് നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുത്ത് ഒരു തലോട് എന്ന് പറയും. അതായത് നമുക്ക് അവിടെ നിന്ന് ഒരു കാർഡ് എടുത്തിട്ട് നമ്മുടെ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബയോമെട്രിക് ചെയ്യാനുണ്ട്. നമ്മുടെ ഫേസ് ബയോമെട്രിക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ബയോമെട്രിക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു ഗോസ്ലൂ എന്ന് പറഞ്ഞ ആപ്പിൽ ഒരു ഗ്രീൻ ഒരു ബട്ടൺ, അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓണാവും. അത് ഓണായി കഴിഞ്ഞാൽ നമുക്ക് അവിടെ പോയിട്ട് സിം എടുക്കാവുന്നതാണ്. സിം എടുത്തതിന് ശേഷം ഒരു 1 ഡേ വേണ്ടി വരില്ല. ചിലപ്പം ചില ആൾക്കാർക്ക് ഒരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ ആക്റ്റീവ് ആവും. ചില ആളുകൾക്ക് ഒരു ദിവസമൊക്കെ വരുന്നുണ്ട് ആക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിം എടുക്കേണ്ടത് റഷ്യയിൽ വന്നു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ടത് രജിസ്ട്രേഷൻ, സ്നീൽസ്, പിന്നെ ഗോസ്ലൂഗ് എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പിന്നെ നേരെ ബാങ്കിൽ പോയിട്ട് ബയോമെട്രിക് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മൾ സിം കാർഡ് എടുക്കേണ്ടത്. അപ്പോൾ ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും, എങ്ങനെയാണ് ഈ ടൂറിസ്റ്റുകൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് എങ്ങനെ എടുക്കാൻ പറ്റും എന്നുള്ളതൊക്കെ ഒരുപാട് ഡൗട്ടാണ്. പക്ഷേ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു കറക്റ്റായിട്ടുള്ള ഒരു കാര്യം എനിക്കറിയത്തില്ല. ടൂറിസ്റ്റുകൾക്ക് എങ്ങനെയാണ് അവരിവിടെ സിം കാർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് എനിക്കറിയത്തില്ല. അവരെങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ റോമിങ് ചെയ്തിട്ട് ഇങ്ങ് വരുന്നതായിരിക്കും നല്ലത്. വാട്സപ്പ് നിങ്ങളുടെ നാട്ടിൽ തന്നെ വരുമ്പോൾ റോമിങ്ങോ അല്ലെങ്കിൽ സിം കാർഡ് കട്ടാതെ രീതിയിലുള്ള ടോപ്പപ്പ് ഒക്കെ ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ഇവിടെ വന്ന് സിം എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, എസ്പെഷ്യലി ടൂറിസ്റ്റുകൾക്കൊക്കെ. അപ്പോൾ നിങ്ങൾ നാട്ടിൽ നിന്ന് തന്നെ റോമിങ്ങോ അല്ലെങ്കിൽ ടോപ്പപ്പോ ആക്റ്റീവ് ആക്കിയിട്ട് വരിക, ഇവിടെ മറ്റേ വാട്സപ്പൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ ചെറിയൊരു ഇൻഫർമേഷൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് വീഡിയോസൊന്നും ചെയ്യാൻ പറ്റില്ല, കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യം കൂടി പറയാൻ വിട്ടുപോയി. നിങ്ങൾക്ക് ഈ ഹോട്ടൽ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ പല സൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് പാർക്കിലും അതുപോലെ തന്നെ മെട്രോൻ്റെ സൈഡിലൊക്കെ കടന്നുറങ്ങുന്നതായിട്ട് ഞാൻ അറിഞ്ഞായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഹോട്ടൽ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങൾ ഡീറ്റെയിൽ അറിയണമെങ്കിൽ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഞാൻ നിങ്ങളുടെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ മാക്സിമം കോൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിനേക്കാൾ നല്ല ബെറ്റർ കോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുള്ള പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതിൽ എല്ലാവർക്കും